ഹായ് ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കാമെന്ന് കരുതി. ഇതാണ് നമ്മുടെ തഴുതാമ ചെടി. പണ്ട് വീട്ടിലും പറമ്പിലും ഒക്കെ നിറയെ ഉണ്ടായിരുന്ന ചെടിയാണ്. ഞാൻ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ വീടിൻ്റെ മുറ്റത്ത് മുഴുവൻ തഴുതാമ നിൽക്കുന്ന കണ്ടു. കുറച്ച് പറിച്ചുകൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ വെച്ച് 2 ദിവസമായി. അതാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ നല്ല ഇലയെല്ലാം എടുക്കാം, ചെറിയ തണ്ടും വേണമെങ്കിൽ എടുക്കാം. തഴുതാമ വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് കേട്ടോ. പക്ഷെ പലർക്കും അതറിയില്ല. ഇതിനെ പുനർനവ എന്നാണ് സാൻസ്ക്രിറ്റിൽ പറയുന്നത്. ചെറിയ നീലവെള്ള പൂവ്, വട്ട ഇലയൊക്കെയാണ് ഈ ചെടിക്കുള്ളത്. കിഡ്നി രോഗങ്ങൾക്കും കാഴ്ചശക്തിക്കും വയറിലെ പ്രശ്നങ്ങൾക്കും ഡയബറ്റിക് ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റമാണിത്. അപ്പം ഞാൻ കൊണ്ടുവന്ന ഈ തഴുതാമ ചെടിയിൽ നിന്ന് നല്ല ഇലകൾ നോക്കി ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൽ പ്രാണികൾ എന്തെങ്കിലും പോകാൻ വേണ്ടി നല്ലപോലെ കഴുകി കളയണം. പിന്നെ ഇതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചെറിയ ഇലകളായതുകൊണ്ട് തന്നെ അത് തോരൻ വയ്ക്കുമ്പോൾ അതങ്ങ് സോർട്ടായിക്കോളും. പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് കൂടുതൽ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളുത്തുള്ളി, ജീരകം, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ തോരൻ വയ്ക്കാൻ യൂസ് ചെയ്യുന്ന അത്രയും സാധനങ്ങളാണ്. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം. അപ്പം നമ്മളൊരു പാത്രം വെച്ച് അടുപ്പിൽ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിടാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ ഇലകളെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ കറിവേപ്പില കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പിലയുടെ ടേസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ എണ്ണയും കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്, നമ്മുടെ ചുവന്ന ഉള്ളി. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. നല്ലപോലെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചിങ്ങനെ കൂട്ടിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് തേങ്ങ ഞാൻ കൂടുതൽ ഇട്ടിട്ടുണ്ട്. കാരണം ഇലക്കറികളൊക്കെ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ കുറച്ച് തേങ്ങ കൂടുതൽ ഇട്ടാലാണ് ആ തോരന് ഭയങ്കര ടേസ്റ്റ് വരുള്ളൂ. ഈ പച്ചക്കറികൾ, അതായത് വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇതുപോലെ തോരൻ വയ്ക്കുമ്പോൾ ഇത്ര തേങ്ങ ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ ഒന്ന് വെന്ത് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഒരു 5 മിനിറ്റ് കൂടെ വീണ്ടും അടച്ചു വെച്ച് വേവിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ തോര ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഇന്ന് എന്തായാലും രാത്രി ഡിന്നറിന് ചോറിൻ്റെ കൂടെയാണ് ഈ തോരൻ കഴിക്കുന്നത്. ശരിക്കും ഈ തോരൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിനൊരു തണുപ്പ് ഫീൽ ചെയ്യും. ഈ ചീരത്തോരനൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് ബീട്രൂട്ട് തോരനും ഒരു പൊരിച്ച മീനും എടുത്തിട്ടുണ്ട്. നല്ല നെത്തോലി മീനിട്ട് വെച്ച മീൻകറിയും ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ വെള്ളരിക്ക ഇട്ട് വെച്ച ഒഴിച്ച് കറി. ഞാൻ ഒഴിച്ചു കൂട്ടാനെന്നാണ് പറയുന്നത്. എനിക്ക് ശരിക്കും ഒഴിച്ചു കൂട്ടാനും മീൻകറി മാത്രം മതി ചോറ് കഴിക്കാൻ, അത്ര എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു ആർഭാടത്തിന് ചിക്കൻ്റെ പാർട്സ് വെച്ച ഒരു പെരട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇന്നത്തെ രാത്രിയിലത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം കൂടെ അടിപൊളി ടേസ്റ്റായിരുന്നു. പ്രത്യേകിച്ച് തഴുതാമ തോര എടുത്തു പറയണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.